കാനഡയിലെ ഒൻറ്റാരിയോ പ്രൊവിൻസിൽ കേംബ്രിഡ്ജ് എന്ന സ്ഥലത്തെ ഓട്ടം സീസൺ, അതായത് ഫോൾ സീസണിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 സമയങ്ങളിലായിട്ട് പകർത്തിയ വീഡിയോകളാണ്. ഈ കാണുന്നത് ഫോൾ സീസൺ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് ശേഷം എടുത്തതാണ്. നോക്കൂ, വൃക്ഷങ്ങളുടെ ഇലകളൊക്കെ നിറം മാറിയിരിക്കുന്നു. പല വൃക്ഷത്തിൻ്റെ ഇലകൾക്കും പലതരം കളറുകളാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ പൂക്കളാണെന്നേ തോന്നുകയുള്ളൂ. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും, അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ മോർണിംഗ് വാക്കിന് പോയപ്പോൾ പകർത്തിയ മനോഹരമായ കാഴ്ചകളാണ്. കുറേ ഇലകളൊക്കെ കൊഴിഞ്ഞ് നിലത്ത് കിടക്കുന്നു. കുറേയൊക്കെ വൃക്ഷങ്ങളുടെ മുകളിൽ പൂക്കൾ പോലെ ഉണ്ട് താനും. വിൻ്ററിലെ സ്നോഫോൾസിന് മുൻപേ നിലത്ത് കിടക്കുന്ന ഇലകളൊക്കെ വൃത്തിയാക്കിയിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ സ്നോ വീണാൽ സ്ലിപ്പ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. കണ്ടോ, ഇവിടെയൊക്കെ ഇലകൾ കൊഴിഞ്ഞിട്ട് നിലത്ത് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്നീ 3 മാസങ്ങളിലാണ് ഫോൾ സീസൺ. നവംബർ 3-ാമത്തെ ആഴ്ചകളൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പ് തുടങ്ങും. ഈ ഫുട്പാത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു പാർക്കാണ്. അതിന് മുന്നിലായിട്ട് കാണുന്ന ഈ മരങ്ങളുടെ ഇലകളൊക്കെ കാണുവാൻ വളരെ മനോഹരമാണ്. ഇവിടങ്ങളിലുള്ള ഇലകളൊന്നും അധികം കൊഴിഞ്ഞതായി കാണുന്നില്ല. അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഒക്കെ കൊഴിഞ്ഞു പോകും.
ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് മൂന്നാമത് എടുത്ത വീഡിയോ ആണ്. വൃക്ഷങ്ങളുടെ ഇലകളൊക്കെ ഏകദേശം കൊഴിഞ്ഞുപോയി. ഈ കാണുന്ന പെരീനിയൽ ട്രീസിൻ്റെ ഇലകൾ കളർ മാറാറില്ല. 365 ദിവസവും അതുപോലെ തന്നെ ഉണ്ടാവും. ഈ വർഷം ഇവിടെ കുറച്ച് നേരത്തെ തന്നെ സ്നോഫോൾ തുടങ്ങി. കഴിഞ്ഞ ആഴ്ച 2-3 ദിവസം നല്ല സ്നോഫോൾ ആയിരുന്നു. അതിനുശേഷം അറ്റ്മോസ്ഫിയറൊക്കെ ഒന്ന് ചൂടാവാൻ തുടങ്ങിയപ്പോൾ വഴിയിലുള്ള സ്നോസൊക്കെ മെൽട്ടായിപ്പോയി. ഇപ്പോൾ വഴിയൊക്കെ വളരെ ക്ലീനാണ്. ഞങ്ങളുടെ ബാക്ക് യാർഡിലെ ഇലകളൊക്കെ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇനി അവയൊക്കെ ഡിസ്പോസിബിൾ ബാഗ്സിൽ നിറച്ച് പുറത്ത് വെച്ചാൽ വണ്ടി വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. കണ്ടോ, ഇതുപോലുള്ള ഡിസ്പോസിബിൾ ബാഗുകളിലാണ് ഞങ്ങൾ ഈ ചപ്പുകളൊക്കെ നിറക്കുന്നത്. ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.